നമസ്കാരം. ഒരു 10 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയണയ്ക്ക് താഴെ വെച്ച് 2 മാസം സുഖമായി ഉറങ്ങിയ പോലീസ് ഏമാന്മാരെ ഓർത്ത് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. ഈ ഏമാന്മാർ ചൊല്ലിക്കൊടുത്ത കെട്ടുകഥ ഇന്നലെ നിയമസഭയിൽ ഏറ്റുചൊല്ലിയ പോലീസിന്റെ ചുമതലയുള്ള സംസ്ഥാന മുഖ്യമന്ത്രിക്കും തല താഴ്ത്തേണ്ടി വരും ജനത്തിനു മുന്നിൽ. വാളയാറിൽ പോലീസിന്റെ കള്ളക്കഥ തത്ത പറയും പോലെ ഏറ്റുപാടിയ മുഖ്യമന്ത്രിയെ ഇപ്പോഴും വേട്ടയാടുന്നു രണ്ടാമത്തെ പെൺകുട്ടിയുടെ മരണം. വാളയാറിൽ പോലീസിനെ സംരക്ഷിച്ച മുഖ്യമന്ത്രിക്ക് കുണ്ടറയിലും തെറ്റി. വാളയാർ കേസിന് സമാനമായ രീതിയിലാണ് 2 മാസം മുൻപ് കുണ്ടറയിൽ 10 വയസ്സുകാരി ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ക്രൂരമായ പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകാതെ തന്നെ കിട്ടി. റിപ്പോർട്ട് പോലീസ് മുക്കി. വാളയാർ കുണ്ടറയിലും ആവർത്തിച്ചു. ആരെയും പിടികൂടിയില്ല. പരാതിയുമായി പോലീസുകാരുടെ പിന്നാലെ നടന്ന പിതാവിന്റെ കരച്ചിൽ കേട്ടില്ല. മകളെ പീഡിപ്പിച്ചെന്ന കുറ്റം ചാർത്തി 24 ദിവസം പിതാവിനെ ജയിലിലടച്ച പോലീസ് ഇപ്പോൾ അവിടെയും തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയാണ്. പോലീസിന്റെ പാപക്കറ കഴുകിക്കളയാനുള്ള തന്ത്രം ഇവിടെയും ആവർത്തിക്കുന്നു. SIക്കും CIക്കും മാറ്റം. കൊലപാതകമെന്ന് പോലും സംശയിക്കുന്ന കേസുകളിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്ന പോലീസുകാരെ മാറ്റിയതുകൊണ്ട് മാത്രം തീരുമോ? ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചവർ ഉറങ്ങുന്നത് ജനം കാണുന്നുണ്ട്. വാളയാർ മാത്രമല്ല, കുണ്ടറയും വേട്ടയാടും ഈ സർക്കാരിനെ. കുണ്ടറയിലെ 10 വയസ്സുകാരിയുടെ പിഞ്ചു ശരീരത്തിലെ 22 മുറിപ്പാടുകൾ കരിയാത്ത പാടുകളായി വേട്ടയാടാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും പിണറായിയുടെ പോലീസ് ഉണരണം. അതിന് വീട്ടുകാർ സഹകരിക്കുന്നില്ലെന്ന തൊടുന്യായമൊന്നും സഹായിക്കില്ല. പോലീസിന്റെ വീഴ്ചയും SIയെ മാറ്റിയതും അറിയിക്കൽ മാത്രമല്ല പോലീസ് മന്ത്രിയുടെ പണിയെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയണം. കൊച്ചുകുട്ടികൾക്ക് നേരെ പോലും ആവർത്തിക്കുന്ന പീഡനങ്ങളും അന്വേഷണത്തിൽ പോലീസ് വരുത്തുന്ന കുറ്റകരമായ അനാസ്ഥയും കുണ്ടറയിലും ആവർത്തിച്ച ഈ സാഹചര്യത്തിൽ സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ഇവയാണ്. മരണമടഞ്ഞ 10 വയസ്സുകാരി പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിഗണിക്കാത്ത പോലീസിനെ എങ്ങനെ വിശേഷിപ്പിക്കണം? പെൺകുട്ടിയുടെ അച്ഛനെ പ്രതിയാക്കാൻ ആവേശം കാട്ടിയ പോലീസ് ആ പിതാവിന്റെ കരച്ചിലിന് വില നൽകുന്നത് ഇപ്പോഴാണോ? പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് അച്ഛനെ ജയിലിലാക്കിയ പോലീസിന്റെ പാപക്കറ പുനരന്വേഷണത്തിൽ കഴുകിക്കളയാൻ പറ്റുമോ? തോന്നിയ വഴിക്ക് പോകുന്ന പോലീസിനെ നിയന്ത്രിക്കാനാവാത്ത മുഖ്യമന്ത്രിക്ക് പോലീസ് വകുപ്പ് വെറും അലങ്കാരമായി മാറുകയാണോ? കൊട്ടിയൂരും വാളയാറിലും കൊച്ചിയിലും ഇപ്പോൾ കുണ്ടറയിലും ഇരയുടെ ഭാഗത്ത് നിൽക്കാത്തവരെ നിയമപാലകരെന്ന് എങ്ങനെ കരുതാനാകും? പോലീസിന്റെ വീഴ്ച തുറന്നു പറയാൻ ഒരു മേഴ്സിക്കുട്ടിയമ്മ മാത്രമേ ഇപ്പോഴുമുള്ളൂ. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, മാധ്യമപ്രവർത്തകനായ KJ ജേക്കബ്, അഡ്വക്കേറ്റ് CP ഉദയഭാനു, DYFIയുടെ കുണ്ടറ ഏരിയ സെക്രട്ടറിയായ SL സജികുമാർ എന്നിവർ ചേരുകയാണ്. ഒപ്പം മന്ത്രിമാരായ VS സുനിൽകുമാർ, J മേഴ്സിക്കുട്ടിയമ്മ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. VS സുനിൽകുമാർ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. J മേഴ്സിക്കുട്ടിയമ്മ മീറ്റിംഗിലല്ല എങ്കിൽ ടെലിഫോൺ ലൈനിൽ സംസാരിക്കുമെന്ന് ഏറ്റിട്ടുണ്ട്. പീഡനക്കേസുകളിൽ ആവർത്തിക്കുന്ന പോലീസ് വീഴ്ചയാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്.